സുഖല്ലേ? എപ്പോഴും ഒരുപോലെയാണോ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കണേ? ഇനി മാറ്റി പിടിച്ചോളൂ കേട്ടാ. ഇനി ബ്രേക്ക്ഫാസ്റ്റിന്റെ ലിസ്റ്റിൽ ഈ റെസിപ്പിയും കൂടി ആഡ് ചെയ്തോളൂ. സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ച് സൈഡ് ഡിഷ് ഒന്നും ഇല്ലാണ്ട് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇന്നത്തെ സ്പെഷ്യൽ. ഒരു കപ്പ് വെള്ളാവില എടുത്തിട്ടുണ്ട്. ഏതവിലായാലും കുഴപ്പമില്ല കേട്ടോ. വെള്ളാവില തന്നെ വേണം, നിർബന്ധമൊന്നുമില്ല. 1/4 കപ്പ് വെള്ളറവ, വറുത്തതോ വറുക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല. കുറച്ച് വെള്ളം തളിച്ച് ഇതൊന്ന് നമുക്ക് കുഴച്ച് വെക്കാം. കുഴയ്ക്കുമ്പോൾ ഒരുപാട് വെള്ളം ആവണ്ട, എന്നാൽ കുഴഞ്ഞ് കിട്ടും വേണം. ആ രീതിയിൽ കുഴച്ച് വെച്ചാൽ മതി. അവിൽ റവയും കുഴച്ചിട്ടുണ്ട്. ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഇത് മാറ്റി വെക്കാം. ഒരു മിക്സ് റെഡിയാക്കിയതിന് ശേഷം നമുക്ക് ഒന്നും കൂടി കുഴച്ചെടുക്കാം. പാനിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1/4 ടീസ്പൂൺ കായപ്പൊടി, 2 സവാള നീളനെ മുറിച്ചത്, 1 ക്യാരറ്റ്, ചെറിയ കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്, കുറച്ച് വേപ്പില, 1/2 ടീസ്പൂൺ കടലപ്പരിപ്പ്. ഈ വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. എല്ലാം ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം. എണ്ണ ഇത്ര മതിയിട്ടാ, കൂടണ്ട. സവാളയും ക്യാരറ്റൊക്കെ സോഫ്റ്റ് ആകുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടിയുടെ പച്ചമണം ഒന്ന് മാറട്ടെ. മുളക് പൊടിയുടെ പച്ചസ്വാദ് പോയത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഈ മിക്സ് ഒന്ന് തണുക്കട്ടെ. എന്നാലേ നമുക്ക് പൊടിയിലിട്ട് കൈ വെച്ച് കുഴയ്ക്കാൻ പറ്റുള്ളൂ. മിക്സ് തണുക്കുമ്പോഴേക്കും നമുക്ക് മാവ് ഒന്നും കൂടി ഒന്ന് കുഴച്ച് വെക്കാം. മിക്സ് ഉണ്ടാക്കുമ്പോഴേക്കും തന്നെ മാവ് നല്ല സോഫ്റ്റായി കിട്ടും കേട്ടോ. ഈ വെള്ളമൊന്നും ചേർക്കണ്ട, ഇങ്ങനെ തന്നെ കൈ വെച്ച് അമർത്തി കുഴച്ച് ഒരു ഡോ പോലെ ആക്കി എടുത്താൽ മതി. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചതിന് ശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. 1/2 കപ്പ് ചിരകിയ നാളികേരം. വെജിറ്റബിൾസിന് മാത്രമേ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായാലും മാവിൽ ചേർത്തിട്ടില്ല. അപ്പം മാവിലും കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. നാളികേരം ചേർത്ത് ഒന്ന് കുഴക്കാട്ടോ. നല്ലോണം മാവ് കുഴച്ചതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന വെജിറ്റബിൾസിൻ്റെ മിക്സ് ചേർക്കുന്നുണ്ട്. കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നല്ലോണം കുഴച്ചെടുക്കാം. വെജിറ്റബിളൊക്കെ നല്ലോണം മാവിൽ പിടിക്കണം. ആ രീതിയിൽ വേണം കുഴയ്ക്കാനായിട്ട്. ഇനി ചെറിയ ചെറിയ ബോൾസ് ആക്കുന്നുണ്ട്. ഇതുപോലെ എല്ലാ മാവും ബോൾസ് ആക്കി എടുക്കാം. എല്ലാം നമ്മൾ ബോൾസ് ആക്കി എടുത്തു. 10 മിനിറ്റ് ആവി കയറ്റി എടുക്കാം. ആവി കയറ്റാൻ വെച്ചിട്ട് 10 മിനിറ്റായി. നമുക്ക് തുറന്ന് നോക്കാം വെന്തിട്ടുണ്ടോന്ന്. നല്ലോണം വെന്തുണ്ട്. ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതൊന്ന് തണുക്കട്ടെ. പാനിലേക്ക് 1 ടേബിൾ സ്പൂണിൽ കുറവ് ഓയിൽ ചേർക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ വേവിച്ചെടുത്ത ഓരോ ബോൾസും വെച്ച് കൊടുക്കാം. ഒന്ന് മൊരിപ്പിച്ച് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ സ്റ്റെപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയിട്ട് അങ്ങനെയും കഴിക്കാം കേട്ടോ. 5 മിനിറ്റിന്റെ അടുത്തായിട്ടാ ഇങ്ങനെ മൊരിച്ചെടുക്കാനായിട്ട്. ഒരുപാട് മൊരിയൊന്നും വേണ്ട. എല്ലാ സൈഡും ഒന്ന് ജസ്റ്റ് ഒന്ന് മൊരിപ്പിച്ചെടുത്താൽ മതി. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഈ സ്റ്റെപ്പ് ചെയ്താലും മതി. ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി ലൈറ്റായിട്ട്. അപ്പം എല്ലാ സൈഡും അങ്ങോട്ട് മൊരിഞ്ഞ് കിട്ടിക്കും. നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് കയ്യിൽ ഇഡ്ഡലിപ്പൊടി ഉണ്ടെങ്കിൽ കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. എന്നിട്ടൊന്ന് ഇളക്കണം. ഇതുപോലെ തന്നെ എല്ലാവർക്കും ആവാൻ പാകത്തിന് ഒന്ന് ഇളക്കി മാത്രം കൊടുത്താൽ മതി. എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇളക്കുമ്പോൾ തന്നെ എല്ലായിടത്തേക്കും ഇഡ്ഡലിപ്പൊടി ആയിക്കോളും. നമുക്ക് കാണുമ്പോൾ അറിയുന്നില്ല നമ്മൾ എന്തോരം പൊടിയിട്ട് എല്ലാം ബോൾസിൽ പിടിച്ചു. ഇഡ്ഡലിപ്പൊടി ഇടുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം ഇടാനായിട്ട്, അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോകും. ഇത്രയേ ഉള്ളൂ കേട്ടോ. സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റും. നമ്മൾ എപ്പോഴും കഴിക്കണ ബ്രേക്ക്ഫാസ്റ്റിന് ശരിക്കും ഒരു വെറൈറ്റി ആയിരിക്കും. സൈഡ് ഡിഷൊന്നും ഇല്ലാണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിലാണ്. See you. Bye.